ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുളി കഴിഞ്ഞിട്ട് ഞാനെന്താ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ജോലികളായിട്ട് തുടങ്ങണം. ഒരു സങ്കടം പറയാനുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ്, ഞാൻ ഓഫ് ചെയ്തതല്ല. എന്താ അതിൽ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആ വീഡിയോയിൽ കാര്യമായിട്ട് ഒന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു ഭജനേൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. എന്താ പറ്റിയതെന്ന് അറിയില്ല. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ. കാര്യം ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഭജനയിലുള്ള വീഡിയോ ചെയ്തിട്ട് അപ്പോഴും ഇതേപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഓഫാണ്. അപ്പോൾ എന്താ അതിലുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരണേ. കമൻസ് ഒന്നും കാണാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടേനു. എന്താ പറ്റിയതെന്ന് അറിയില്ല. എന്തെങ്കിലും എൻ്റെ പ്രശ്നം കൊണ്ടാണോ, എൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങളെ കമൻ്റ് ആണല്ലോ എന്നെപ്പോലെയുള്ള തുടക്കക്കാർക്ക് പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര സങ്കടേനു കേട്ടോ. അപ്പോൾ കുറച്ച് പാലിൻ്റെയും തൈരിൻ്റെ എല്ലാം കവർ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് ഇങ്ങനെ വെള്ളം ഊറ്റാൻ വേണ്ടി ചുമരിന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് ഇപ്പുറം പ്ലാസ്റ്റിക് ഇടുന്നിടത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ തന്നെ ഇതാ കടലക്കും രാവിലത്തേക്കുള്ള ദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരിയും എല്ലാം പുതിർത്തിട്ട് തന്നെയാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിന്. നല്ല തണുപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. തൊണ്ടവേദനയുണ്ട്. അപ്പോൾ സൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ ഞാനിതാ വേഗം നമ്മളെ ഫ്രിഡ്ജിൽ കുറച്ച് ചീര മുറിച്ച് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ അതൊന്നും എടുത്തിട്ട് പുറത്ത് വെക്കുന്നുണ്ട്. നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ഉണ്ട് കേട്ടോ എനിക്ക്. എന്നാലും ഞാനിങ്ങനെ വീഡിയോ ഇടാണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര മടി പിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ച വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ട് പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പച്ചച്ചെരിയാണ് കേട്ടോ. അത് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് മുറിച്ച് വെച്ചതാണ്. അതിനുശേഷം ഞാനിതാ വേഗം നമ്മളെ ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതാ വേഗം നമ്മളെ കടലക്കയെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ വേഗം കുക്കറിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. തേങ്ങയൊന്നും അരക്കാണ്ടുള്ള രീതിയിലാണ് കേട്ടോ ഇന്ന് കടലക്കറി വെക്കുന്നത്. അപ്പോൾ ഞാനിതാ നമ്മളെ ദോശക്കുള്ള മാവ് ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടെല്ലാം കണ്ണൂരെല്ലാം ആക്കുന്ന ഒരു നമ്മളെ നീർദോശയില്ലേ, തേങ്ങ അരച്ചിട്ട് രാവിലെ അരച്ച് ചൂടുന്ന ആ ദോശയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വേറെ ഒന്നുമില്ല, പച്ചരിയും പിന്നെ ചോറും തേങ്ങയും ജീരകം ചെറിയ ഉള്ളി അതെല്ലാം കൂട്ടിയിട്ട് അരക്കുന്ന ദോശയാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിലെല്ലാം ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ചോറിനുള്ള വെള്ളമെല്ലാം തിളച്ചിട്ട് ഞാനിത് വേഗം അരിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് തിളച്ചിട്ടാകുമ്പോൾ നമ്മുടെ തെർമൽ കുക്കറുണ്ടല്ലോ അതിലേക്ക് ചോറെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചായൻ്റെ വെള്ളമെല്ലാം തിളച്ചിട്ട് ആ ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇടുന്നുണ്ട്. എപ്പോഴും ഞാൻ നമ്മുടെ പാലൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. അഥവാ പാല് പിരിഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ കാച്ചിട്ട് വെക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എന്ത് ചെയ്ത് ഡയറക്റ്റ് വേഗം കട്ടൻ ചായയിലേക്ക് പാലൊഴിച്ചേട്ടാ. അപ്പോഴത്തേക്കാണ് ഇത് പിരിഞ്ഞു പോയിട്ടുണ്ടായിന്. പിന്നെ വേറെ പാലും ഇല്ലേന്. അപ്പം ഞാൻ എന്ത് ചെയ്ത് അത് വേഗം എടുത്തങ്ങ് മറച്ചു. വേറെ വഴിയില്ല, പഞ്ചസാരയിൽ ഇട്ടതാണ്. എന്നിട്ട് പിന്നെ വേഗം വേറെ വെള്ളം വെച്ചിട്ട് കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ച്. കട്ടൻ ചായ വൈകുന്നേരം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളെ രാവിലെ എല്ലാവർക്കും പാൽ ചായ തന്നെ വേണേ. പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞ്, എല്ലാവരും തന്നെ മക്കൾക്കാണ്, ഏട്ടനൊന്നും പിന്നെ ചായ വേണ്ട, അമ്മയും കട്ടൻ കുടിക്കും, മക്കൾക്കാണ് പിന്നെ പാൽ ചായൻ്റെ നിർബന്ധം. അപ്പോഴത്തേക്ക് നമ്മളെ കടലയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വേഗം ആ ഒരു കുക്കറിൽ തന്നെ നമ്മളെ ഉച്ചക്കേക്കുള്ള കറി റെഡിയാക്കുന്നുണ്ട്. പരിപ്പും ചീരയാണ് കേട്ടോ. പരിപ്പ് നമ്മളതിലേക്ക് പച്ചമുളകും തക്കാളിയെല്ലാം ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ കടലക്ക കറി ആക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും തക്കാളി ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ തേങ്ങയൊന്നും അരക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ആക്കുന്നതായിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. തേങ്ങ അരക്കുന്നതിനെക്കാട്ടി ചപ്പാത്തിക്കും ദോശക്കും എല്ലാം ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. നമ്മളെ തക്കാളീനെ നല്ലോണം ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതൊരു കറിക്കും തക്കാളി നല്ലോണം ഉടഞ്ഞു കഴിഞ്ഞാൽ ആ കറി പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിതാ വെന്ത കടല അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കടല മാറ്റി വെക്കുന്നുണ്ട്, അതിനൊരു ചെറിയ പണിയുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച കടല മിക്സിയിൽ കുറച്ച് വെള്ളവും കൂട്ടി അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കടലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മളെ മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കടലക്ക കറി റെഡി ആയിട്ടുണ്ട്. മല്ലിച്ചപ്പം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആവശ്യം മല്ലിച്ചപ്പ് ഇല്ലേനേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതില്ലാണ്ട് കറി അങ്ങ് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പരിപ്പും തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ ചീരേനെ ഇതിലേക്ക് ഇടണം. അപ്പം വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാനിതാ പകുതിയൊന്നുമില്ല, ഒരു പിടി മാത്രം, കറിയിൽ അത്രയല്ലേ വേണ്ടൂ.
അപ്പോൾ അതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയെല്ലാം കൂട്ടിയിട്ട് അരച്ച അരവും കൂടി ഇട്ടിട്ടുണ്ട്. അരവില്ലാണ്ടും നമുക്ക് ഈ ഒരു കറി വെക്കാം, തേങ്ങയൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയിൽ ഇത് വെക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെച്ചത്. ഒരു നുള്ള മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടുന്നുണ്ട്. പിന്നെ ഇതാ മക്കളെല്ലാം അമ്പലത്തിൽ പോയിട്ട് വന്നേ, ഞാനിതാ വേഗം നമ്മളെ ദോശ അങ്ങ് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചൂടോടെ തന്നെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം വേഗം ചൂടോടെ ചുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേജുവിന് ഇതാ ഞാൻ വേഗം ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേജു ഇതാ ചായയെല്ലാം കുടിച്ചിട്ട് വേഗം സ്കൂൾ പോകാൻ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇതാ ദേവൂട്ടൻ എണീറ്റ് വന്നു. അപ്പോൾ ദേവൂട്ടനും വേഗം ചായയെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരേ തിരക്കാണ് കേട്ടോ. പിന്നെ ഞാനിതാ വേഗം അതിനിടയിൽ നമ്മളെ ചീരവറവും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വറവെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നില്ല വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഏട്ടനും ചോറ് കെട്ടിക്കൊടുത്തു, ദേവൂട്ടനും സ്കൂളിൽ പറഞ്ഞയച്ചു. പിന്നെ ഞാനിത് അടുക്കളയിൽ വന്നിട്ട് പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കഴുകിയിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.